ഹലോ എവരിവൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മാർക്കറ്റിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ധാരാളം പ്രോഡക്റ്റുകൾ ഡേ ടു ഡേ ലൈഫിൽ കാണാറുണ്ട്, ധാരാളം ബ്രാൻഡുകൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എല്ലാ പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ സക്സസ് ആകാറില്ല. നമ്മൾ ന്യൂ പ്രോഡക്റ്റ് കണ്ടു, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കണ്ടു, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ നമ്മൾ കൊമേഴ്ഷ്യലൈസേഷൻ സ്റ്റേജ് കണ്ടു, അതിന്റെ PLC അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കണ്ടു. പക്ഷെ എല്ലാ പ്രോഡക്റ്റുകളും ലൈഫ് സൈക്കിളിൽ സക്സസ് ആകാറില്ല. ഇൻട്രൊഡക്ഷനിൽ നിന്ന് ഗ്രോത്തിലോട്ട് എത്താറില്ല, ഗ്രോത്തിൽ നിന്ന് മച്യൂരിറ്റിയിൽ എത്താറില്ല, മച്യൂരിറ്റിയിൽ എത്താത്ത പ്രോഡക്റ്റ് ഡിക്ലൈനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ ഇൻട്രൊഡക്ഷനും ഡിക്ലൈനും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 80% പ്രോഡക്റ്റും ഫെയിൽ ആകുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ദ റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ന്യൂ പ്രോഡക്റ്റ്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരു ന്യൂ പ്രോഡക്റ്റ് ഫെയിലിയർ ആകുന്നത് മാർക്കറ്റിൽ? അപ്പൊ ഒരു മാർക്കറ്റിംഗ് സ്റ്റുഡന്റ് എന്ന രീതിയിലും ഒരു മാർക്കറ്റർ എന്ന രീതിയിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നിങ്ങളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, എന്തുകൊണ്ട് ആ പ്രോഡക്റ്റ് ഫെയിലിയർ ആകുന്നു എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ പ്രോഡക്റ്റ് ഫെയിലിയർ ഈസ് ഹാപ്പൻ വെൻ ഇറ്റ് ഫെയിൽ ടു സെൽ ദ പ്രോഡക്റ്റ്. ഫസ്റ്റ് കാര്യം പറയുന്നതാണ്, പ്രോഡക്റ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോഡക്റ്റ് ഫെയിലിയർ ഈസ് ഹാപ്പൻ വെൻ ഇറ്റ് ഈസ് ഫെയിൽ ടു സെൽ ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് സെല് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് എന്താണ്? ഫെയിലിയർ ആണ്. എന്തുകൊണ്ട് സെല് ചെയ്യാതിരിക്കാം? പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കാം. റോങ് ടൈമിംഗ് കൊണ്ടാകാം, റോങ് പൊസിഷനിങ് കൊണ്ടാകാം. ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. എ കൊമേഴ്ഷ്യൽ ഫെയിലിയർ ഈസ് എ പ്രോഡക്റ്റ് ദാറ്റ് ഡസ് നോട്ട് റീച്ച് ദ എക്സ്പെക്ടേഷൻ ഓഫ് സക്സസ്. ഇപ്പൊ നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്? കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസ്, എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ്, എക്സ്പെക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് കൊമേഴ്ഷ്യലിയും ഫെയിലിയർ ആകാം. അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. The why new product fail. Reason could be any one or more than one of the following. ഒന്നോ അതിലധികമോ റീസൺ കൊണ്ട് എന്റെ പ്രോഡക്റ്റുകൾ ഫെയിലിയർ ആകാം. ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The product was not the new to the customer or market. പ്രോഡക്റ്റിന് നോബലിറ്റി ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ പ്രോഡക്റ്റിന് എന്താണ്? ഒരു പുതുമ ഇല്ലാത്തത് കൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാതെ പോകാം. The product offered not tangible benefit. ആ പ്രോഡക്റ്റ് ഒരു ടാൻജിബിൾ ബെനിഫിറ്റും എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് യാതൊരു ആവശ്യം ഇപ്പം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല. The product was not positioned properly. ഈ പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടല്ല. ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് ഒരു BCom സ്റ്റുഡൻസിന് വേണ്ട, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് റൈറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഞാനത് പൊസിഷൻ ചെയ്തതിൽ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ പൊസിഷൻ ചെയ്ത സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. പൊസിഷനിങ് മാറിപ്പോയി. ഞാൻ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത മുഴുവൻ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. പക്ഷെ ഞാൻ എന്റെ പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്തത് എന്താണ്? സയൻസ് സ്ട്രീമിലുള്ള അല്ല എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയാണ്. എന്റെ പ്രോഡക്റ്റ് സ്വാഭാവികമായിട്ടും ഫെയിൽ ആകും. ദ പുവർ സപ്പോർട്ട് ഫ്രം ദ ചാനൽ പാർട്ട്നേഴ്സ്. എനിക്ക് ഡിസ്ട്രിബ്യൂട്ടർ ചാനൽസ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് റീറ്റെയിൽ ചാനൽസ് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ, അവിടെ നിന്നുള്ള സപ്പോർട്ട് കിട്ടാതെ വന്നാൽ പലപ്പോഴും എന്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആകാം. ദ ഹൈ ഫോർകാസ്റ്റ് വേരിയൻസ്. എന്റെ ഫോർകാസ്റ്റ്, എന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ്, സെയിൽസ് ഫോർകാസ്റ്റ്, പ്രോഫിറ്റ് ഫോർകാസ്റ്റ്, ഇതിലൊക്കെ വേരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഡിഫറൻസ് ഉണ്ടായാൽ അവിടെയും എന്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആകാം. അപ്പൊ എന്റെ എന്താണ്? ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അവിടെ കാണിക്കുന്നത്. Then the strong competitors response. എന്റെ പ്രോഡക്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് ആണെങ്കിൽ then competitors റെസ്പോൺസ് കൊണ്ട് ചേഞ്ച് ഇൻ കസ്റ്റമർ പ്രിഫറൻസ്. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമുക്കറിയാം. എപ്പോഴും എന്താണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ടു സാറ്റിസ്ഫൈ ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. അതിനെനിക്ക് സാധിച്ചില്ല, ഞാൻ ഫെയിൽ ആയി പോയി. Fail to satisfy the changing needs and wants of consumers, their taste and preference. എന്റെ പ്രോഡക്റ്റ് ഫെയിൽ ആകും.
Then environmental constraints, lot of external factors, poor after sale service, inadequate return of investment fail ആയി കഴിഞ്ഞാൽ, then lack of coordination among the various departments. എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റുകളെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിൽ, the lack of coordination among the various departments, the poor diffusion of innovation. ആദ്യം പറഞ്ഞ പോലെ തന്നെ നോവൽറ്റി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല, എന്റെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. The conflict of personalities at a higher echelons. എന്ത് സംഭവിച്ചു? The conflict of personalities. ഇതുകൊണ്ടെല്ലാം എന്റെ പ്രോഡക്റ്റ് എന്താണ്, ഫെയിൽ ആകാനുള്ള പോസിബിലിറ്റീസ് വളരെ വളരെ കൂടുതലാണ്. നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5-8 പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ലാക്ക് ഓഫ് സ്പെഷ്യാലിറ്റി. എന്താണ് ലാക്ക് ഓഫ് സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The uniqueness of the product is a very important to attract the attention of the customers. ഫസ്റ്റ് വൺ എന്താണ്? attract the attention of customers. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, അവരുടെ അറ്റൻഷൻ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആകും. സോ യുണീക്നെസ് ഓഫ് പ്രോഡക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്റെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കണം? യുണീക്ക് ആയിരിക്കണം, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കേണ്ട കാര്യം എന്താണ്? അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ്. എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നാൽ കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ കിട്ടണം, അട്രാക്ഷൻ കിട്ടണം. സോ ലാക്ക് ഓഫ് സ്പെഷ്യാലിറ്റിയാണ്, അത് എന്റെ പ്രോഡക്റ്റിനെ ഫെയിലിയർ ആക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. A new product must be the different from the existing similar product is one way or the other. അടുത്തെന്താണ്? The different from the existing similar product. എന്റെ പ്രോഡക്റ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കണം. നമുക്കറിയാം മൊബൈൽ ഫോണുകൾ ധാരാളം കമ്പനികൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഓരോ ഫോണും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവർ അതിൽ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ ക്യാമറ ആയിരിക്കാം, ചിലപ്പോൾ ബാറ്ററി ആയിരിക്കാം, ചിലപ്പോൾ എന്റെ റാമിലായിരിക്കാം, എന്റെ പ്രോസസറിലായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ഒരു പുതിയ മോഡല് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ്? പ്രോഡക്റ്റ് സക്സസ് നിലനിർത്താനായിട്ട്. അപ്പൊ ന്യൂ പ്രോഡക്റ്റ് മസ്റ്റ് ബി ഡിഫറെന്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സിമിലർ പ്രോഡക്റ്റ് ഇൻ വൺ വേ ഓർ ദ അതർ. അപ്പൊ പല കാര്യങ്ങളിലായിരിക്കാം, അതിന്റെ മോഡലിലായിരിക്കാം, ഡിസൈനിലായിരിക്കാം, അതിന്റെ ഫീച്ചേഴ്സിലായിരിക്കാം ചേഞ്ചസുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആകും. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ലാക്ക് ഓഫ് സ്പെഷ്യാലിറ്റിയുടെ ഭാഗമാണ്. It has to offer a new features or the satisfy the needs of customers in a new way. അപ്പൊ എന്താണ്? It has to offer a new features. പുതിയ ഫീച്ചറുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഓഫർ ചെയ്യണം. or satisfy the changing needs of customers in new way. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന നീഡ്സ് ആൻഡ് വാണ്ട്സിനെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അവിടെ എന്താണ്? സ്പെഷ്യാലിറ്റി ആണ്. അപ്പൊ നമ്മുടെ എന്താണ്? സ്പെഷ്യാലിറ്റി കൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നു, the price and the performance of a new product must be unique from the existing product to impress the customers. Price and performance of new product must be unique. പ്രോഡക്റ്റിന്റെ പ്രൈസും അതുപോലെ തന്നെ പെർഫോമൻസും യുണീക്ക് ആയിരിക്കണം. എവിടുന്നാണ്? ഫ്രം ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നിലവിലുള്ള പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് യുണീക്ക് ആയി നിർത്താൻ സാധിക്കണം. എങ്കിൽ മാത്രമേ എന്ത് സാധിക്കത്തുള്ളൂ? ഇറ്റ് ഹെൽപ് ടു ഇംപ്രസ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമറിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. The lack of speciality or the uniqueness may be lead to the failure of a new product in the market. തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, attract the attention of customers, different from the existing similar product, satisfy the changing needs of customers, offer a new features. New product must be unique in terms of price and performance. ഇതൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എന്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആകുക തന്നെ ചെയ്യും. സോ ദ ലാക്ക് ഓഫ് സ്പെഷ്യാലിറ്റി ഓർ യുണീക്നെസ് മേ ലീഡ് ടു ദ ഫെയിലിയർ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ
ഈ പറഞ്ഞ സ്പെഷ്യാലിറ്റീസ് എല്ലാം നിങ്ങളുടെ പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പോയിന്റ്സുകളൊക്കെ ഓർത്തിരിക്കുക. സെക്കൻഡ് വൺ ഈസ് പുവർ ടൈമിംഗ്. പ്രോഡക്റ്റ് ഫെയിലിയർ ആകാനുള്ള സെക്കൻഡ് റീസൺ ആണ് പുവർ ടൈമിംഗ് എന്ന് പറയുന്നത്, ഓർ ബാഡ് ടൈമിംഗ്. The time of introduction of a product in the market is an important aspect deciding its success. അപ്പൊ നമ്മുടെ സക്സസിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. തൊട്ടു മുന്നേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, എപ്പോഴാണോ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന സബ്ജക്ട് സ്റ്റുഡൻസ് പഠിക്കുന്നത്, ആ സെമസ്റ്ററിൽ നിങ്ങളുടെ മുന്നിൽ ആ പ്രോഡക്റ്റ് എത്തിച്ചു തരണം. വേറെ ഏത് സെമസ്റ്ററിൽ എത്തിച്ചാലും ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകില്ല, സെയിൽസ് ഉണ്ടാകില്ല. അപ്പൊ അതിന്റെ സെയിൽസ് കൂടണമെങ്കിൽ, ഡിമാൻഡ് കൂടണമെങ്കിൽ ഏത് ടൈമിലാണോ ആ പ്രോഡക്റ്റ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളത് ആ സമയത്ത് എത്തിച്ചു കൊടുക്കണം. അപ്പൊ ടൈം ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഡിസൈഡിങ് ഇറ്റ്സ് സക്സസ്. സെക്കൻഡ് വൺ, ദ പ്രോഡക്റ്റ് ഹാസ് ടു ബി introduced in a right time when the demand of consumers are high. Introduced in the right time when the demand of the consumers are high. അപ്പൊ റൈറ്റ് ടൈമിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ പഠിച്ച പോലെ തന്നെ എന്താണ്, പ്രോഡക്റ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? റൈറ്റ് പ്രോഡക്റ്റ്, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പ്രൈസ്. അപ്പൊ അവിടെ നമ്മൾ പറയുന്നുണ്ട് റൈറ്റ് ടൈമിൽ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ റൈറ്റ് ടൈം വെൻ ദ ഡിമാൻഡ് ഓഫ് എ കൺസ്യൂമേഴ്സ് ആർ ഹൈ. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നു, ദ പർച്ചേസിംഗ് പവർ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ദ മാർക്കറ്റ് സീസൺ ആർ ടു മേജർ ഫാക്ടർ ഡിസൈഡിങ് ദ സക്സസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. അപ്പൊ പർച്ചേസിംഗ് പവർ ഓഫ് കൺസ്യൂമർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ദ മാർക്കറ്റ് സീസൺ ആർ ദ ടു മേജർ ഫാക്ടർ. അപ്പൊ പർച്ചേസിംഗ് പവറും മാർക്കറ്റ് സീസണും എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിന്റെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ ആണ്. ഇപ്പൊ കോവിഡ് സംഭവിച്ചു, പർച്ചേസിംഗ് പവർ കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ആ പർച്ചേസിംഗ് പവർ കുറഞ്ഞ സമയത്ത് ഞാൻ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യത്തില്ല. സോ അപ്പൊ എന്റെ പ്രോഡക്റ്റിന്റെ ടൈമിംഗ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. മാർക്കറ്റ് സീസൺ, മാർക്കറ്റിന്റെ വേരിയേഷൻസ് അനുസരിച്ച്, മാർക്കറ്റ് കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച്, അല്ല സീസൺ മാറുന്നതിനനുസരിച്ച് എന്റെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ അംബ്രല്ല, മഴയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. ആ സീസണിൽ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫിലിം എടുത്തു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ സീസണിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഉള്ള ഫിലിമുകളൊക്കെ കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഫെസ്റ്റിവൽ സീസണിൽ ഫിലിമിന് എന്തുണ്ട്? ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ആ മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ ടൈമിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു സക്സസിനെ സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. തേർഡ് വൺ ഈസ് ഇൻഫീരിയർ ക്വാളിറ്റി ഓർ പുവർ ക്വാളിറ്റി പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് പ്രൈസ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻഫീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഫെയിലിയർ ആയിരിക്കും സംഭവിക്കുന്നത്. സോ ദ ലാക്ക് ഓഫ് ക്വാളിറ്റി ഈസ് an another major reason behind the failure of a new product in the market. But lack of quality, ക്വാളിറ്റി എവിടെ പോകുന്നോ അവിടെ എന്താണ്? ഫെയിലിയർ ഉണ്ടാവും. സോ ദ ലാക്ക് ഓഫ് ക്വാളിറ്റി ഈസ് another major reason behind the failure of a new product in the market. അപ്പൊ പ്രോഡക്റ്റ് ഫെയിലിയർ ആകാനുള്ള മറ്റൊരു റീസൺ എന്താണ്? ഇൻഫീരിയർ ക്വാളിറ്റി ആണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്വാളിറ്റി ഓർ ലോ ക്വാളിറ്റി ആണ്. The substandard and the cheaper raw materials used in the manufacturing of a product reduce its quality and consumer prefer to avoid low quality product. Substandard and cheaper raw material, വളരെ മോശമായിട്ടുള്ള അല്ലെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ റിസൾട്ട് എന്താണ്? The product reduce its quality. So in the ultimate result of, and the consumer prefer to avoid the low quality product. Low quality product consumers avoid ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഫെയിലിയർ ആകും. Yes, technical deficiency is another reason for product failure. Technical deficiency എന്ന പ്രോഡക്റ്റിനെ എന്ത് അഫക്ട് ചെയ്തേക്കാം? ഫെയിലിയറിലോട്ട് നയിച്ചേക്കാം. അപ്പം മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പഠിച്ചു ഇൻഫീരിയർ ക്വാളിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ലാക്ക് ഓഫ് ക്വാളിറ്റി ഈസ് another reason. Substandard and cheaper raw material used in the manufacturing of a product reduce its quality.
then technical deficiency of a product. Next, fourth reason ലോട്ട് പോയി കഴിഞ്ഞാൽ unfair price ആണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രൈസിൽ എത്തിച്ചു കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അൺഫെയർ പ്രൈസ് എന്ന് പറയുന്നത് എന്റെ പ്രോഡക്റ്റ് ഫെയിലിയറിലോട്ട് നയിക്കാം. സം കമ്പനീസ് ചാർജ് ദ ഹൈ പ്രൈസ് ഓഫ് ദെയർ പ്രോഡക്ട്സ് മച്ച് മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. 100 രൂപ വിലയുള്ള പ്രോഡക്റ്റ് അല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 100 രൂപയായ പ്രോഡക്റ്റ് ഞാൻ 200 രൂപയ്ക്കും 250 രൂപയ്ക്കും മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിച്ചാൽ, ചാർജ് എ ഹൈ പ്രൈസ് ഓഫ് ദെയർ പ്രോഡക്റ്റ് മച്ച് മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും വളരെ വളരെ കൂടിയ എമൗണ്ട് ഞാൻ ചാർജ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? പ്രോഡക്റ്റ് ഫെയിലിയറിലോട്ട് നയിക്കും. സോ പ്രൈസിങ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഫെയർ പ്രൈസിങ് ആയിരിക്കണം നടത്തേണ്ടത്. Yes, the consumers are usually compare the cost and price of a product and choose a product at a reasonable price. ഇന്ന് കാലം മാറി, ഇന്ന് ഇന്റർനെറ്റിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട്, എക്സ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഡ്യൂറബിൾ പ്രോഡക്ട്സ്, ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ്, ഓട്ടോമൊബൈൽ പ്രോഡക്ട്സ്, ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ഇന്റർനെറ്റിൽ കമ്പയർ ചെയ്യും. അതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് കമ്പയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? The consumers are usually compare the cost and price of a product and choose a product at a reasonable price. കൺസ്യൂമേഴ്സ് റീസണബിൾ ആയിട്ട് പ്രൈസിലുള്ള പ്രോഡക്റ്റ് ഏതാണോ, റീസണബിൾ ആയിട്ട് എവിടെ പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നോ അവിടുന്ന് ആ പ്രൈസിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനാണ് കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത്, കൺസ്യൂമർ താല്പര്യം കാണിക്കുന്നത്. സോ അൺപ്രൈസ് ആയിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള പ്രൈസിങ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫെയിലിയറിലോട്ട് നയിക്കുന്നു. Irrational pricing leads to the failure of a new product in the market. Irrational pricing, which means an unfair pricing, which leads to failure of a new product. Then fifth one പറയുന്നു, lack of competitive strength. Competitive strength ഇല്ല എന്റെ പ്രോഡക്റ്റിന്, നോവൽറ്റി ഇല്ല എന്റെ പ്രോഡക്റ്റിന്. The excessive competitions and the inability to meet the challenges of a dominant product in the market reduce the market scope of a new product. Excessive competition ആണ് അല്ലെ, ഹൈ കോമ്പറ്റീഷൻ ആണ് മാർക്കറ്റില്. എനിക്ക് എന്ത് സംഭവിച്ചു? ഇൻഎബിലിറ്റി ടു മീറ്റ് ദ ചലഞ്ചസ്. അവിടെയുള്ള ചലഞ്ചസുകളെ എനിക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആകും. സോ അപ്പൊ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കണം? Product should have a competitive strength. അതിനൊരു competitive strength ഉണ്ടായിരിക്കണം. The new product have to sharpen their competitive edge to survive in the market. അപ്പൊ എപ്പോഴും നമുക്കൊരു കോമ്പറ്റേറ്റീവ് എഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യണം? മുൻനിർത്തിക്കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് എപ്പോഴും നിലനിർത്താനായിട്ട് ശ്രമിക്കണം. എന്തിനു വേണ്ടിയാണ്? ടു സർവൈവ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ എന്റെ പ്രോഡക്റ്റ് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. സോ ദ ഫിഫ്ത്ത് പോയിന്റ്, ദ ലാക്ക് ഓഫ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ഒരു എക്സാമ്പിളിലോട്ട് പോകാം. മാരുതി വെർസ, മാരുതിയുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു, പക്ഷെ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ബ്രാൻഡ് വാസ് പൊസിഷൻഡ് ആസ് എ 2 ലക്ഷറി കാർ ഫോർ പ്രൈസ് ഓഫ് 1. ഒരു പൊസിഷൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? 2 ലക്ഷറി കാർ ഫോർ ദ പ്രൈസ് ഓഫ് 1. ഒരു കാറിന്റെ വിലയ്ക്ക് 2 ലക്ഷറി കാറിന്റെ ഫെസിലിറ്റീസ് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് അവർ പൊസിഷൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ധാരാളം എന്താണ് ഓഫറുകൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? കസ്റ്റമേഴ്സ് എല്ലാവരും ആ പ്രോഡക്റ്റിന്റെ പൊസിഷനിങ്ങിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവർ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? Yes, Versa was priced at a par with the Maruti Esteem and the other entry level sedan. പക്ഷെ ഇതിന്റെ പ്രൈസ് എങ്ങനെയായി പോയി? ഒരു എൻട്രി ലെവൽ സെഡാന്റെ റേറ്റിന് അത്രയും എത്തിക്കഴിഞ്ഞിരുന്നു. സോ അപ്പൊ അൺഫെയർ പ്രൈസിംഗ് എന്ന് പറയുന്നത് മാരുതി വെർസയെ മാർക്കറ്റിൽ ഫെയിലിയർ ആക്കാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് മാറി. അപ്പം ഒന്നെന്തായിരുന്നു? അതിന്റെ പൊസിഷനിങ് ആയിരുന്നു. പൊസിഷനിങ്ങിൽ തെറ്റിപ്പോയി. രണ്ടാമത്തെ കാര്യം അൺഫെയർ പ്രൈസിംഗ് ആയിരുന്നു. 2 റീസൺ കൊണ്ട് ഈ പ്രോഡക്റ്റ് മാർക്കറ്റില് ഫെയിലിയർ ആകുക ഉണ്ടായി. ആറാമത്തെ പോയിന്റിലോട്ട് പോകാം. ലാക്ക് ഓഫ് പ്രൊമോഷൻ. എന്റെ പ്രൊമോഷനിലുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട്. The company have to evolve and implement an appropriate promotion strategies to position their product in the market. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജീസ് ഒക്കെ കണ്ടു. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ
അതിന്റെ ഗ്രോത്ത് സ്റ്റേജിൽ, മച്യൂരിറ്റി സ്റ്റേജിൽ, അതിന്റെ ഡിക്ലൈൻ സ്റ്റേജിൽ എന്തൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ ഗുഡ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് help to give a widespread communication about the product in the market. അപ്പൊ ഗുഡ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് help to give a widespread communication about the product in the market. നിങ്ങൾ എന്താണ് ഒരു ഷോപ്പ് തുടങ്ങാൻ പോകുന്നു, ഷോപ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ധാരാളം സ്റ്റോക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നിങ്ങൾ അതിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഒന്നും തന്നെ നടത്തിയില്ല എന്ന് വിചാരിക്കുക. ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല, ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, കസ്റ്റമേഴ്സ് അല്ല കൺസ്യൂമേഴ്സ് ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഷോപ്പ് എന്തായി മാറും? ഫെയിലിയർ ആയി മാറും. അപ്പൊ എന്താണ് നമ്മുടെ ഫെയിലിയറിന് കാരണം? പ്രോഡക്റ്റ് ഇല്ലാഞ്ഞിട്ടോ ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പ്രോഡക്റ്റ് ഫെയിലിയർ ആകാനുള്ള കാര്യമല്ല, എന്റെ ഷോപ്പ് ഫെയിലിയർ ആകാനുള്ള കാര്യം എന്തായിരുന്നു? lack of promotion. So the good promotion strategy help to give a widespread communication about the product in the market. The next one പറയുന്നു, the lack of adequate promotion reduce the market scope of new product. Lack of adequate promotion, പ്രൊമോഷന്റെ അഭാവം മൂലം reduce the market scope of new product. പുതിയ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഉണ്ടാകേണ്ടിയിരുന്ന സ്കോപ്പ് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. എന്റെ പ്രോഡക്റ്റിന് ധാരാളം പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ സ്കോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല. പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ കൺസ്യൂമർ ആരും അവെയർ അല്ല, അവർക്കാർക്കും നോളജ് ഉണ്ടായില്ല. സോ സ്വാഭാവികമായിട്ടും എന്റെ പ്രോഡക്റ്റ് എന്തിലോട്ട് പോകും? ഫെയിലിയറിലോട്ട് പോകും. സെവൻത് വൺ, ദ പുവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ദ പുവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. The availability of product is an important factor in the success of product in the market. Availability of product. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഡിമാൻഡ് ഉണ്ട്, സെയിൽ ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടന്നിരിക്കണം? അൺഇന്ററപ്റ്റഡ് സപ്ലൈ നടന്നിരിക്കണം. ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, സെയിൽ ഉണ്ടെങ്കിൽ അവിടെ അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ നടന്നിരിക്കണം. കൺസ്യൂമേഴ്സിന് ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഓർ റെഡിലി അവൈലബിൾ ആയിരിക്കണം പ്രോഡക്റ്റ്. സോ പുവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണെങ്കിൽ ഇത് സാധിക്കുമോ? ഇല്ല. സോ ദ അവൈലബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ സക്സസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. The product must be easily available to the customers and when needed. The product must be easily available to the customers as and when needed. എപ്പോഴാണോ കൺസ്യൂമേഴ്സിന് ആ പ്രോഡക്റ്റിന് ആവശ്യമുള്ളത് ആ സമയത്ത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എഫിഷ്യന്റ് ആയിരിക്കണം എന്ന ചുരുക്കം. Then so the company has to set up an appropriate distribution നെറ്റ്വർക്ക്. സോ അതുകൊണ്ട് തന്നെ കമ്പനി എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ മാർക്കറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത്, മാർക്കറ്റ് മിക്സ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കമ്പനി എന്തിൽ ഫോക്കസ് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനകത്ത് ഫോക്കസ് ചെയ്യുക. ദ പ്രോഡക്റ്റ് മേ ബി ഫെയിൽ ഡ്യൂ ടു ദ പുവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് മോശമാണെങ്കിൽ പ്രോഡക്റ്റ് ഫെയിലിയർ ആകും. ചില റീറ്റെയിൽ ഷോപ്പുകൾ ചെല്ലുമ്പോൾ നമുക്കറിയാം, അവിടുത്തെ സെയിൽസ്മാൻ എന്താണ് നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തില്ല എങ്കിൽ കസ്റ്റമേഴ്സ് വേറെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കുക എന്നുള്ളത് പ്രോഡക്റ്റ് സക്സസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പുവർ ആഫ്റ്റർ സെയിൽ സർവീസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ് വിത്ത് കൺസ്യൂമർ. ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ് വിത്ത് കൺസ്യൂമർ. കൺസ്യൂമറിൽ തുടങ്ങി കൺസ്യൂമറിൽ അവസാനിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അവസാനിക്കുന്നില്ല. അവിടെ എന്തുകൂടെ വേണം? ആഫ്റ്റർ സെയിൽ സർവീസ് കൂടെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദ പുവർ ആഫ്റ്റർ സെയിൽ സർവീസ് ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. സോ ദ ആഫ്റ്റർ സെയിൽ സർവീസ് ആർ അനദർ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ഇൻ പ്രോഡക്ട്സ്. The goods after sale service and the support must be availed for the encouraging customers to buy a product. For customers-നെ encourage ചെയ്യാൻ പറ്റിയ ഒരു ഫാക്ടർ ആണ് goods after sale service and the support must be availed. Especially durable products, electronics durable products ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചോദിക്കാറുള്ള അല്ലെങ്കിൽ അവർ നമ്മളോട് പറയാറുള്ള ഒരു കാര്യമാണ് അവരുടെ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിനെ കുറിച്ച് പറയാറുള്ളത്. അവർ ഇൻസ്റ്റലേഷനും ഡെമോൺസ്ട്രേഷനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അവരുടെ എന്താണ് സർവീസ് ഷോറൂമുകളെ കുറിച്ച് പറയാറുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ആഫ്റ്റർ സെയിൽ സർവീസിന്റെ ഭാഗമാണ്. സോ ദ ഗുഡ്സ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് ദ സപ്പോർട്ട് മസ്റ്റ് ബി അവൈൽഡ് ഫോർ എൻകറേജിംഗ് ദ കസ്റ്റമേഴ്സ് ടു buy a product. In case of poor after sale service,
The customers will discard the product or service. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതോടുകൂടി കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുന്നില്ല. കസ്റ്റമർ റീടെൻഷൻ അവിടെ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ പുവർ ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിൽ ദ കസ്റ്റമർ വിൽ ഡിസ്കാർഡ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. പിന്നീട് ആ പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യത്തില്ല, അത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യത്തും ഇല്ല. പുവർ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മുടെ എന്താണ്, ന്യൂ പ്രോഡക്റ്റ് ഫെയിലിയറിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. The next one is unavailability of spare parts. സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റിയെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. യെസ്, രണ്ട് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടാറ്റ നാനോയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ഫെയിലിയർ ഡ്യൂ ടു ദ റോങ് പൊസിഷനിങ്. അവർ പൊസിഷൻ ചെയ്ത് തെറ്റിപ്പോയി. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ടൂ വീലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഫെയിലിയർ ഡ്യൂ ടു ദ ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജി വന്നപ്പോൾ അവിടെ ഫെയിലിയർ ആയി. സോ ഇതൊക്കെ നമ്മൾ എന്താണ് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ കാണുന്ന റിയൽ എക്സാമ്പിൾസ് ആണ്. Then ഒൻപതാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു unavailability of spare parts. In case of durable products, repairs and periodic service are inevitable. ഡ്യൂറബിൾ ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ലോങ് പീരീഡിലോട്ടാണ്. സോ അവിടെ എന്ത് ആവശ്യമായിട്ട് വരും? റിപ്പേഴ്സ് ആവശ്യമായിട്ട് വരും. സോ ദ സ്പെയർ പാർട്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. In such a situations, the company have to ensure the continuous supply of spare parts and the other accessories to the consumers or customers. അപ്പൊ കമ്പനി അവിടെ എൻഷുർ ചെയ്യണം ദ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സ്പെയർ പാർട്സ്. സ്പെയർ പാർട്സ് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. അത് കൺസ്യൂമേഴ്സിന് ഈസിലി എന്താണ് അവൈലബിൾ ആകുകയും ചെയ്യണം. ദ കൺസ്യൂമേഴ്സ് റെഫ്യൂസ് ടു ബൈ ദ പ്രോഡക്റ്റ് വിച്ച് ആർ നോട്ട് ഹാവ് എ റെഗുലർ സപ്ലൈ ഓഫ് സ്പെയർ പാർട്സ്. സ്പെയർ പാർട്സ് അവൈലബിൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറും. മാരുതി സുസുക്കി എന്ന് പറയുന്ന വെൽ നോൺ ബ്രാൻഡ് ഇത്രയധികം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതിന്റെ കാര്യം തന്നെ എന്ത് തന്നെയാണ്? അതിന്റെ സ്പെയർ പാർട്സ് സപ്ലൈ ആണ്. കോസ്റ്റ് വളരെ കുറവാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അറ്റ് ദ സെയിം ടൈം എന്താണ് സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. എല്ലാ കടകളിലും എന്താണ് അതിന്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. സോ അതാണ് എന്താണ് ആ പ്രോഡക്റ്റിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. യെസ്, അനദർ എക്സാമ്പിൾ പോൺസ്. എല്ലാവർക്കും അറിയാവുന്ന വെൽ നോൺ ബ്രാൻഡ് ആണ് പോൺസ് എന്ന് പറയുന്നത്. പോൺസ് പക്ഷേ ഒരു ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്നത് പൊസിഷൻ ചെയ്യുന്ന സ്കിൻ കെയർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മൈൻഡിൽ ആ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ആ പ്രോഡക്റ്റ് എന്താണ് സക്സസുമാണ്. അപ്പൊ അവർ എന്ത് ചെയ്തു? പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോൺസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പേരിൽ ടൂത്ത് പേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന എന്ത് സംഭവിച്ചു? ഫെയിലിയർ ഉണ്ടായി. A study found that the participants could not tell the difference between the Colgate and the Pond's toothpaste in the blind test. അവർക്ക് അത് പൊസിഷൻ ചെയ്യാൻ സാധിച്ചില്ല. മറ്റു ടൂത്ത് പേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അതാണ് എന്താണ് അവിടെ ഫെയിലിയർ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. യെസ്, the new product is declared as failure when എപ്പോഴൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് ഫെയിലിയർ ആയി നമുക്ക് പറയാൻ സാധിക്കുന്നത്? It is withdrawn from the market for any reason. ഏതെങ്കിലും കാരണത്താൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? The product is a failure. നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? ഫെയിലിയർ ആയി മാറിയിരിക്കുന്നു. സെക്കൻഡ് വൺ എന്താണ്? It required the market share in a desired time period is not realized. എന്റെ പ്രോഡക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ, മാർക്കറ്റ് ഷെയർ തിരിച്ചു പിടിച്ചില്ല എങ്കിൽ, മാർക്കറ്റ് ഷെയർ ഏൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആണ്. The required market share in the desired time period is not realized. Next one, the anticipated life cycle as defined by the organization is not achieved. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെക്ട് ചെയ്യും. അതിന്റെ ഗ്രോത്ത് സ്റ്റേജ്, അതിന്റെ മച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്. പക്ഷെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സൈക്കിള് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ പ്രോഡക്റ്റ് ഫെയിലിയർ ആണ്. The desired profitability is not realized. എനിക്ക് പ്രോഫിറ്റബിൾ അല്ല എങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രോഫിറ്റ് എനിക്ക് റിയലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതും എന്താണ്? എന്റെ പ്രോഡക്റ്റ് ഫെയിലിയറിനെയാണ് സൂചിപ്പിക്കുന്നത്. യെസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ന്യൂ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. എന്തൊക്കെ റീസൺ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഫെയിലിയർ ആകാമെന്നുള്ളത്. ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു 9 പോയിന്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ അപ്പൊ നിങ്ങളൊരു മാർക്കറ്റർ ആണെങ്കിൽ, അല്ലെ നിങ്ങൾ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കുക.
ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് സക്സസ് ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു മാർക്കറ്റിംഗ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ നിങ്ങൾ ഇതിന്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.